ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാര്യത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. സുഭാഷിന്റെ വിവാഹ കാര്യത്തിനായി ഭാസ്കരൻ ബ്രോക്കറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സുഭാഷിന്റെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്നുള്ള ഭാസ്കരന്റെ തീരുമാനം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് സുധീഷും നികേഷും നിധിയും. ബ്രോക്കർ പറയുന്നു, പണ്ട് നമ്മൾ പെണ്ണ് കാണാൻ പോയ ഒരു കുട്ടിക്ക് ഇപ്പോഴും സുഭാഷിനെ ഇഷ്ടമാണ്. അതാരാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കവിതയെ കുറിച്ച് പറയുകയാണ് ബ്രോക്കർ. കവിത ആരാണെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി, അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോയപ്പോൾ സുഭാഷേട്ടൻ വടയുണ്ടാക്കി കൊടുത്ത കാര്യം. ആ പെൺകുട്ടിക്കും കുടുംബത്തിനും സുഭാഷേട്ടനെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നീട് എന്തോ കാരണം കൊണ്ട് ആ വിവാഹം മുടങ്ങിപ്പോയി. സുധീഷ് പറയുന്നു, നമ്മുടെ വീട്ടിൽ വരെ വന്നതാ ആ കുട്ടിയുടെ വീട്ടുകാര്. എന്തോ ഒരു കാരണം കൊണ്ട് ആ വിവാഹം നടന്നില്ല. അതെന്താണെന്നറിയില്ല. ബ്രോക്കർ പറയുന്നു, ഞാൻ ഈയിടയിൽ ആ വീട്ടിൽ പോയിരുന്നു. അവർക്ക് ഇപ്പോഴും സുഭാഷിനെ ഇഷ്ടമാണ്. പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ് അവർക്കുള്ളത്. ആ കണ്ടീഷൻ ഓക്കെ ആയാൽ കല്യാണം നടത്താമെന്നാണ് അവര് പറയുന്നത്. എന്താ കണ്ടീഷൻ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നു, എനിക്കറിയില്ല. അതെന്താ കണ്ടീഷനോ എന്നറിയണമെങ്കിൽ ആ പെണ്ണിനെ കണ്ട് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഭാഷേട്ടനോട് ചോദിക്ക്. ആ പെൺകുട്ടി സുഭാഷിനെ ഒറ്റയ്ക്ക് കണ്ടാണ് കണ്ടീഷൻ പറഞ്ഞത്. എല്ലാവരും കൂടി ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറ, ഞാൻ പോയിട്ട് വരാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നു, വേണ്ട, സുഭാഷിന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞാൻ വയറ് നിറച്ച് ഇവിടുന്ന് കഴിച്ചോളാം. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം പറ. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ബ്രോക്കർ ഭാസ്കരനോട് പറയുന്നു, ആ പെണ്ണും കുടുംബക്കാരും നല്ല ആൾക്കാരാണ്. ഈ കല്യാണം നടന്നാൽ സുഭാഷിന്റെ ഭാഗ്യമാ. എന്നെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം അറിയിക്കണേ. ഭാസ്കരൻ പറയുന്നു, ശരി ശരി, കല്യാണം നടത്തി നിനക്ക് കമ്മീഷൻ കിട്ടിയാ പോരെ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് ബ്രോക്കർ. സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ ആ പെൺകുട്ടിയെ തനിച്ചു കണ്ടെന്നു. അങ്ങനെയാണല്ലോ ബ്രോക്കർ പറഞ്ഞതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എങ്ങനെ സുഭാഷേട്ടൻ ഒരു പെണ്ണിനെ തനിയെ ചെന്ന് കാണാനാ? അവരെന്തായിരിക്കും സംസാരിച്ചത്? എന്ത് കണ്ടീഷനായിരിക്കും ആ പെൺകുട്ടി പറഞ്ഞത്? തുടർന്ന് രാത്രി സുഭാഷ് വരുന്നത് കാത്തിരിക്കുകയാണ് ഹരീഷും സുധീഷും നികേഷും. അകത്തേക്ക് കയറി വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ? സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഒരു ഭയങ്കരനാ. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നീ പറയുന്നത്? അവിടേക്ക് വന്ന നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇപ്പോഴല്ലേ വന്നത്, പിന്നെ ചോദിക്കാം. സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ചോദിക്കാനുള്ളത്? എന്തു പറ്റി? സുധീഷ് പറയുന്നു, ഞങ്ങൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഉണ്ടല്ലേ. ഞങ്ങൾ വിചാരിച്ചത് സുഭാഷ് ഏട്ടൻ ഒരു പാവമാണെന്നാ. ഞാനിപ്പോ എന്താടാ ചെയ്തതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, അങ്ങനെയൊന്നുമില്ല. സുഭാഷ് ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. സുഭാഷ് പറയുന്നു, മോളെ, ഇവർക്ക് പറയാനുള്ളത് പറയട്ടെ. നികേഷ് ചോദിക്കാണ്, ഞങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിലുണ്ടല്ലേ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടന് ഒരു പെണ്ണും കൂടി തനിച്ച് കണ്ടില്ലേ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ ആരെയും കണ്ടില്ല. ഏത് പെണ്ണിന്റെ കാര്യോ നീ പറയുന്നത്? ഹരീഷ് പറയുന്നു, നമ്മൾ പണ്ട് പെണ്ണ് കാണാൻ ചെന്ന ഒരു വീട്ടിൽ സുഭാഷ് ഏട്ടൻ പെണ്ണിന് വട ചുട്ടു കൊടുത്തില്ലേ, ആ പെണ്ണിനെ സുഭാഷ് ഏട്ടൻ തനിച്ച് കണ്ടായിരുന്നു. ഇത് കേട്ട് ടെൻഷനോട് കൂടി സുഭാഷ് ഓർക്കുകയാണ് കവിതയും സുഭാഷും കൂടി കോഫി ഷോപ്പിൽ വെച്ച് കണ്ടത്. തുടർന്ന് ഒന്ന് ആലോചിച്ച് ഞാൻ കണ്ടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം സുഭാഷ് ഏട്ടൻ കണ്ടിരുന്നു. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. സുഭാഷ് ഏട്ടൻ കുടുങ്ങി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ആ പെണ്ണും സുഭാഷ് ഏട്ടനും കൂടി കണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവരറിഞ്ഞു. ആ കാര്യം സുഭാഷ് ഏട്ടൻ ഇവരോട് പറഞ്ഞില്ല. അതാണിപ്പം ഇവിടുത്തെ വലിയ പ്രശ്നം. സുഭാഷ് പറയണോ, ഓ അതാണോ? അന്ന് ആ പെണ്ണിനെ കണ്ടു വന്നതിന് ശേഷം ആ പെണ്ണിനെ തനിച്ച് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു. അത്രേ ഉള്ളൂ. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ മനഃപൂർവ്വം ഇത് ഞങ്ങളോട് പറയാതിരുന്നതാ. അതിലെന്തോ കാര്യമുണ്ട്. ഹരീഷ് പറയുന്നു, ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? സുഭാഷ് പറയുന്നു, എന്തൊക്കെയോ പറഞ്ഞു, അതെല്ലാം മറന്നുപോയി. സുധീഷ് ചോദിക്കുന്നു, മറന്നുപോയെന്നോ? ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മറക്കാൻ ഒരു സാധ്യതയില്ല. ഹരീഷ് പറയുകയാണ്, അത് അവന്റെ അനുഭവത്തിന്റെ പേരിൽ പറഞ്ഞതാ. സുഭാഷ് ഏട്ടൻ എന്താ ആ പെൺകുട്ടിയോട് സംസാരിച്ചത്, അത് പറ. സുഭാഷ് പറയുന്നു, ആ പെണ്ണിനെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചു. അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കെന്തോ അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും സംശയത്തോടുകൂടി നിൽക്കുന്നു. സുഭാഷ് മനസ്സിൽ പറയുന്നു, ഇവരെന്തിനാ ഇപ്പം ഇതിനെ പറ്റി ചോദിക്കുന്നത്? ഇവരോടിപ്പം ഇതാരായിരിക്കും പറഞ്ഞത്? തുടർന്ന് ഹരീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എന്തോ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? നിധി പറയുന്നു, വീണ്ടും വീണ്ടും ചോദിക്കാതെ. സുഭാഷ് ഏട്ടൻ അത് പറയാൻ മടിയാണെന്ന് മനസ്സിലായില്ലേ, ഇനി ചോദിക്കണ്ട. ഹരീഷ് പറയുന്നു, നമുക്ക് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന് എന്താ കാര്യമെന്ന് അന്വേഷിച്ചാലോ? സുധീഷ് പറയുന്നു, അതെ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കാം. നികേഷ് പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പോകണ്ട, സുധീഷ് ഏട്ടനും ഏട്ടത്തെയും കൂടി പോയിട്ട് വരട്ടെ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി, നമുക്ക് പോയിട്ട് വന്നാലോ? നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന്. നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടിയല്ലേ നിധി വരത്തില്ലേ? നിധി പറയുന്നു, ശരി, പോകാം, ഞാൻ വരാം. സുധീഷ് പറയുന്നു, നാളെ ഞങ്ങൾ പോയി എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം. നിധി പറയുന്നു, ഇനി സുഭാഷ് ഏട്ടനെ ആരും ശല്യം ചെയ്യരുത്. തുടർന്ന് നിധിയും സുധീഷും കവിതയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇതാണോ വീടെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അതെ, ഇതാണ് വീട്. നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ വട ചുടാൻ ചേട്ടൻ സ്വാതന്ത്ര്യത്തോടുകൂടി അടുക്കളയിൽ കയറിയ വീട് ഇതാണ്. അവിടേക്ക് വന്ന ബ്രോക്കർ പറയുന്നു, വാ, എല്ലാവരും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ വന്നത്, വേറെ
ചേട്ടനും വന്നില്ലേ? സുധീഷ് പറയുന്നു ഇല്ല, ആദ്യം ഞങ്ങൾ വന്ന് സംസാരിക്കാമെന്ന് കരുതി. ശരി വാന്ന് പറഞ്ഞ അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ബ്രോക്കർ. കവിതയുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ്. കവിതയുടെ അമ്മ പറയുന്നു ചായ എടുക്കട്ടെ. അപ്പൊ അച്ഛൻ ചോദിക്കണേ എന്തൊരു ചോദ്യം ഇത്, ചായ എടുത്തോണ്ട് വാ. നിങ്ങൾ ചായ കുടിക്കത്തില്ലേ? കുടിക്കുമെന്ന് സുധീഷ് മൂളുമ്പോൾ കവിതയുടെ അമ്മ ചായ എടുക്കാനായി പോവുകയാണ്. സുധീഷ് പറയുന്നു ഇത് നിധി. അപ്പോൾ ബ്രോക്കർ പറയുകയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സുധീഷിന്റെ വൈഫ്. കവിതയുടെ അച്ഛൻ പറയുന്നു ബ്രോക്കർ പറഞ്ഞായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന്. ആദ്യമേ ചേട്ടന് വേണ്ടിയായിരുന്നല്ലോ ആലോചനകൾ നടത്തിയിരുന്നത്, പിന്നെ എന്താ അനിയൻ കല്യാണം കഴിച്ചത്? സുധീഷ് പറയുന്നു ഞങ്ങൾക്ക് ഉടനെ കല്യാണം കഴിക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. നിധിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതാ ഉടനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. അച്ഛൻ പറയുന്നു അതിനെന്താ, മനസ്സിലാവുന്നുണ്ട്, കല്യാണം നടന്നത് നല്ല കാര്യമല്ലേ. കവിതയുടെ അമ്മ ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന കവിത ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ? സുധീഷ് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു. കവിതയ്ക്ക് സുഖമല്ലേ? അതേന്ന് കവിത മൂളുമ്പോൾ സുധീഷ് പറയുന്നു ഇതെന്റെ വൈഫ് നിധി. കവിത ഹായ് പറയുമ്പോൾ നിധി പറയുന്നു ഹായ്, വാ ഇവിടെ ഇരിക്കെ. കവിത നിധിയുടെ അരികിലേക്ക് ചെന്നിരിക്കുകയാണ്. സുധീഷ് പറയുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പെണ്ണ് കാണാനായി വന്നിരുന്നു, പക്ഷെ അന്ന് ഈ കല്യാണം നടന്നില്ല. പെട്ടെന്ന് ബ്രോക്കർ വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു. അന്ന് എന്തോ സുഭാഷ് ചേട്ടനെ കണ്ട് കവിത കണ്ടീഷൻ പറഞ്ഞതായിട്ട് അറിഞ്ഞു. ആ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ വന്നത്. കവിതയുടെ അച്ഛൻ പറയുന്നു അതെ, ഞങ്ങൾ നേരത്തെ തന്നെ സുഭാഷിനോട് ഈ കാര്യം സംസാരിച്ചതാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, അതാ ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. അച്ഛൻ ചോദിക്കുന്നു അതെയോ, നിങ്ങള് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സുഭാഷിനെ ഒരുപാട് ഇഷ്ടമായി. സുഭാഷിനെ കുറിച്ച് ഞങ്ങൾ നാട്ടിൽ അന്വേഷിച്ചപ്പോഴും സുഭാഷിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു, പക്ഷെ നിങ്ങളുടെ വീടിനെ പറ്റി മോശം അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മകളെ സുഭാഷിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു കണ്ടീഷനേ ഉള്ളായിരുന്നു, കവിതയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. സുധീഷ് പറയുന്നു വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കവിത പറയുന്നു കല്യാണത്തിന് ശേഷം മാറി താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, തെറ്റിദ്ധരിക്കരുത്. കവിതയുടെ അമ്മ പറയുന്നു നിങ്ങളുടെ ചേട്ടനെ നിങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ടുവരികയല്ല, ആ കുടുംബത്തെ പറ്റി നാട്ടുകാർ പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമം തോന്നി. നിങ്ങള് തെറ്റായി വിചാരിക്കരുത്. നിധി പറയുന്നു നാട്ടുകാര് ആ വീടിനെ പറ്റി പലതും പറയും, അത് നിങ്ങള് വലിയ കാര്യമാക്കണ്ട. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്, നാട്ടുകാര് പറയുന്നത് പോലത്തെ ഒരു പ്രശ്നവും ആ വീട്ടിലില്ല. കവിതയുടെ അച്ഛൻ പറയുന്നു അത് ശരിയാ, പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഒരു വിഷമം പോലെ. നിങ്ങളുടെ വീടിന്റെ അടുത്ത് മറ്റൊരു വീടായാലും മതി, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യാലോ. ആ വീട്ടിലേക്ക് ഞങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പറ്റില്ല. വീട് വേറെ ആണെങ്കിലും കുടുംബം ഒന്നാണല്ലോ. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നമുക്ക് എൻഗേജ്മെന്റ് വെക്കാം. സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ ഇതിന് സമ്മതിക്കുമോന്ന് എനിക്കറിയില്ല. കവിതയുടെ അച്ഛൻ പറയുന്നു ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ ചേട്ടനോട് സംസാരിച്ചായിരുന്നു, അന്ന് സുഭാഷ് ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ബ്രോക്കറാ പറഞ്ഞത് നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന്, അതുകൊണ്ടാ വീണ്ടും സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സുധീഷ് പറയുന്നു ബ്രോക്കർക്ക് ഇതല്ലേ ജോലി, അവിടെ വന്ന് ഞങ്ങളോടൊരു രീതിയിലും ഇവിടെ വന്ന് നിങ്ങളോട് മറ്റൊരു രീതിയിലും സംസാരിക്കും. ബ്രോക്കർ പറയുന്നു കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, ഞങ്ങൾ ഇതൊന്ന് വീട്ടിൽ സംസാരിക്കട്ടെ എന്നിട്ടൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ കവിതയുടെ അച്ഛൻ പറയുന്നു അത് മതി, എന്നിട്ടൊരു തീരുമാനം അറിയിച്ചാൽ മതി. സുധീഷും നിധിയും വിഷമത്തോടുകൂടി കാറിന്റെ അരികിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു ഈ കല്യാണം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷും നിധിയും ഈ കാര്യമെല്ലാം ഹരീഷിനോടും നികേഷിനോടും പറയുന്നു. സുധീഷ് പറയുകയാണ് നമ്മളെ വിട്ടു പോയാലേ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഹരീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ മാറി താമസിക്കട്ടെ, സുഭാഷ് ചേട്ടന് കല്യാണം നടക്കണം, സുഭാഷ് ചേട്ടൻ സന്തോഷത്തോടു കൂടി ജീവിക്കണം. എന്നും നമ്മുടെ കാര്യങ്ങൾ നോക്കി സുഭാഷ് ചേട്ടന്റെ ജീവിതം നശിപ്പിക്കണോ? പ്രായം കടന്നു പോവുകയാണ്, സുഭാഷ് ചേട്ടന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കണം, അതിന് വേറെ മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കട്ടെ. സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടൻ ഈ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു, പക്ഷേ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിന് അതാണ് നല്ലതെങ്കിൽ ഇവിടെ നിന്ന് പോകട്ടെ. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഈ വീട് വിട്ടു പോയാലേ എല്ലാവർക്കും നല്ലത് നടക്കൂ. സുഭാഷ് ചേട്ടൻ മാറി താമസിച്ചാലേ ഈ കല്യാണം നടക്കുകയുള്ളൂവെങ്കിൽ മാറി താമസിക്കട്ടെ. നികേഷ് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നികേഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു നീ വിഷമിക്കാതെ, സുഭാഷ് ചേട്ടൻ പോയാൽ നിനക്ക് വിഷമാവുമെന്ന് മാത്രം ചിന്തിക്കാതെ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തെ കുറിച്ച് കൂടി ആലോചിക്ക്. നികേഷ് പറയുന്നു നമ്മുടെ ജീവിതം ഇപ്പോഴിങ്ങനെയാണ്, ഒരു ദിവസം ചിരിച്ചാൽ പല ദിവസങ്ങളിൽ കരയേണ്ടി വരുന്നു. ഹരീഷ് പറയുന്നു ഒന്ന് മിണ്ടാതിരിക്കടാ, സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണോ വേണ്ടയോ? നിധി പറയുന്നു ഹരീഷ് നീ ദേഷ്യപ്പെടാതെ, നികേഷും സുഭാഷ് ചേട്ടനും ഒരുപാട് ക്ലോസ് ആണ്, സുഭാഷ് ചേട്ടൻ കല്യാണം കഴിഞ്ഞ് ഈ വീട് വിട്ടു പോകുമെന്നറിയുമ്പോൾ നികേഷിനത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. കണ്ടു നിറങ്ങിയ നികേഷ് പറയുന്നു ഏട്ടത്തി സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പക്ഷെ സുഭാഷ് ചേട്ടൻ ഇല്ലാതെ എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല. ഹരീഷ് പറയുന്നു നികേഷേ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നതിന്റെ പിന്നിൽ സുഭാഷ് ചേട്ടനാണ്. നമുക്ക് വേണ്ടി സുഭാഷ് ചേട്ടൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ നമ്മളും സുഭാഷ് ചേട്ടന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? സുഭാഷ് ചേട്ടൻ പാവാ, ഇനിയെങ്കിലും കല്യാണം കഴിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങട്ടെ. ഇത് കേട്ട് നികേഷ്
നികേഷ് കരയുമ്പോൾ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നികേഷേ, സുഭാഷ് ഏട്ടൻ എന്താ ഈ നാട് വിട്ടു പോവാണോ? അടുത്തെവിടെയെങ്കിലും വീട് അന്വേഷിച്ച് കണ്ടെത്തിയായിരിക്കും പോകുന്നത്. അവർക്ക് കൂട്ടുകുടുംബമാണ് വേണ്ടാന്ന് പറഞ്ഞത്. അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണാം. സുഭാഷ് ഏട്ടനും എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നില്ല. നിന്റെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നീയും ജോലിക്ക് പോകും. പിന്നെ നീ ബിസിയാകും. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇതിനെല്ലാം സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെ സമ്മതിപ്പിക്കും? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ അറിയാതെ കല്യാണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നിധി ചോദിക്കുന്നു, അറിയാതെയോ? എത്ര നാള് അറിയാതെ ചെയ്യും? ഇതൊരു ചെറിയ കാര്യമാണോ? ഹരീഷ് പറയുന്നു, അതൊന്നും വേണ്ട. സുഭാഷ് ഏട്ടൻ ഈ കല്യാണം കഴിച്ചേ പറ്റൂന്ന് നമ്മൾ ഉറപ്പിച്ചങ്ങോട്ട് പറയുക. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഈ കാര്യം അറിയാൻ പാടില്ലെന്ന് പെണ്ണിന്റെ വീട്ടുകാരോടും പറയാം. നിധി പറയുകയാണ്, അത് വേണ്ട, അതെല്ലാം തെറ്റാണ്. ഹരീഷ് പറയുകയാണ്, സുധീഷ്, നിന്റെ നുണ ഇതോടെ നിർത്തിക്കോണം. സുഭാഷ് ഏട്ടന്റെ കാര്യത്തിൽ അത് വേണ്ട. നമ്മൾ എന്ത് പറഞ്ഞ് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും സുഭാഷ് ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം. നികേഷ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് എന്ന് വിളിച്ച് നിധി പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, അവനെ വിട്ടേര്, അവൻ മനസ്സിലാക്കിക്കോളൂ. മുറ്റത്ത് മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് നികേഷ്. ഇത് കണ്ട് കണ്ണു നിറങ്ങി നോക്കി നിൽക്കുകയാണ് നിധി. കണ്ണീര് തുടച്ച് അകത്തേക്ക് കയറി വന്ന നികേഷ് പറയുന്നു, എനിക്ക് ഓക്കെയാണ്. സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണം. അതാ എനിക്ക് വേണ്ടത്. സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് വേറെ മാറി താമസിക്കട്ടെ. എനിക്ക് ഓക്കെയാണ്. ഹരീഷ് കണ്ണു നിറങ്ങിയ നികേഷിനെ ചേർത്ത് പിടിക്കുമ്പോൾ സുധീഷും നിധിയും കണ്ണു നിറങ്ങിയ മുഖത്തോട് മുഖം നോക്കുകയാണ്. നികേഷ് കരയുമ്പോൾ സുധീഷ് പറയുന്നു, നികേഷേ, നീ കരയാതെ. നീ ഇങ്ങനെ സുഭാഷ് ഏട്ടന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞാൽ സുഭാഷ് ഏട്ടൻ പിന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കണ്ട. നികേഷ് പറയുന്നു, ശരി സുധീഷ് ഏട്ടാ, ഞാൻ കരയില്ല. അങ്ങനെ നികേഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ ഹരീഷ് പറയുന്നു, ഏട്ടത്തി, നമുക്ക് ഓക്കെയാണെന്ന് പെണ്ണിന്റെ വീട്ടിൽ വിളിച്ചറിയിച്ചാലോ? നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഫോൺ വിളിച്ചു പറയാം. അപ്പോൾ ഹരീഷ് പറയുകയാണ്, നീ തന്നെ ഫോൺ വിളിച്ചു പറയാം. സുധീഷ് പറയുന്നു, ഞാൻ എന്തിനു പറയണം, നീ പറ. ഹരീഷ് പറയുകയാണ്, ഈ വീട്ടിൽ സുബേഷ് ചേട്ടൻ കഴിഞ്ഞാൽ ചേട്ടൻ നീ അല്ലേ? അപ്പൊ നീ തന്നെ പറയണം. സുധീഷ് പറയുന്നു, ഇപ്പോഴെങ്കിലും ഞാനാണ് ചേട്ടനെന്ന് നീ സമ്മതിച്ചല്ലോ. ഹരീഷ് പറയുന്നു, വയസ്സിൽ മാത്രമാണ് നീ വലിയവൻ, അറിവില് ഞാനാ വലിയവൻ. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ അടി കൂടുമ്പോൾ നിധി പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ അടി കൂടണ്ട. സുധീഷ്, കവിതയുടെ വീട്ടിൽ വിളിച്ച് നമുക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറ. അവരുടെ കണ്ടീഷൻ എല്ലാം ഓക്കെ ആണെന്നും പറ. സുധീഷ് ചോദിക്കുന്നു, നിധി, ഇപ്പൊ ആരെയാ വിളിക്കേണ്ടത്? ആ പെണ്ണിനെ വിളിക്കണോ അതോ പെണ്ണിന്റെ അച്ഛനെ വിളിക്കണോ? നിധി ചോദിക്കുന്നു, ആ പെണ്ണിനെ എന്തിനാ ഫോണിൽ വിളിക്കുന്നത്? ഈ കാര്യമെല്ലാം പെണ്ണിനോടാണോ സംസാരിക്കേണ്ടത്? കവിതയുടെ അച്ഛന്റെ നമ്പർ വാങ്ങിയില്ലേ? അച്ഛനെ വിളിച്ചാ മതി. സുധീഷ് പതിയെ ഹരീഷിനോടും നികേഷിനോടും പറയുന്നു, ഞാൻ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ തന്നെ നിങ്ങളുടെ ഏട്ടത്തിക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ ഒന്ന് പതറി സുധീഷ് കവിതയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത കവിതയുടെ അച്ഛനോട് സുധീഷ് പറയുന്നു, ഞാൻ സുധീഷാ സംസാരിക്കുന്നത്, സുഭാഷിന്റെ അനിയൻ. കവിതയുടെ അച്ഛൻ പറയുന്നു, സുധീഷ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയാം, സുഭാഷിന്റെ അനിയനാണെന്ന് പറയണ്ട. എന്താ സുധീഷ് പറ. സുധീഷ് പറയുന്നു, നിങ്ങളുടെ കണ്ടീഷൻ ഞങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം. കവിതയുടെ അച്ഛൻ പറയുന്നു, വലിയ സന്തോഷം, ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഒരു തീയതി അറിയിക്കാം. തുടർന്ന് നിധി ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? സുധീഷ് പറയുന്നു, അവർക്കെല്ലാം ഓക്കെയാ, നല്ലൊരു ദിവസം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ശരി എന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണം. നിധി പറയുന്നു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ഇതൊരു കല്യാണക്കാര്യല്ലേ, നന്നായിട്ട് നടക്കണം. ഹരീഷ് പറയുന്നു, ഇല്ല ഏട്ടത്തി, സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം. അതെന്റെ ഒരു വാശിയാ. സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ നല്ലൊരു കാര്യം നടക്കുന്നത് കണ്ട് സുനന്ദയുടെ വീട്ടുകാര് തകർന്നിരിക്കണം. സുനന്ദയുടെ കല്യാണം നടക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സുധീഷ് പറയുന്നു, എടാ വിടടാ, പെണ്ണ് റെഡി, ചെറുക്കനും റെഡി, അവരുടെ കണ്ടീഷന് നമ്മളും റെഡി, പിന്നെന്താ, നമുക്ക് നോക്കാം. എടാ നികേഷേ, നീ ഒന്ന് ചിരിക്കടാ. സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് വിഷമത്തോടുകൂടി കുനിഞ്ഞിരിക്കുകയാണ് നികേഷ്. നിധി വിഷമത്തോടുകൂടി നികേഷിനെ നോക്കുന്നു. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരന് ചായ കൊണ്ട കൊടുക്കുകയാണ് നിധി. ഇതെന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, കണ്ടാരറിയില്ലേ ചായ? താ മോളെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അത് വാങ്ങുകയാണ് ഭാസ്കരൻ. നിധി ചോദിക്കുന്നു, ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയുമോ? അച്ഛനല്ലേ ബ്രോക്കറോട് വരാൻ പറഞ്ഞത്, ഞങ്ങൾ ആ പെണ്ണിനെ ചെന്ന് കണ്ടു. അച്ഛനും നേരത്തെ ആ പെണ്ണിനെ കണ്ടതല്ലേ? ഭാസ്കരൻ പറയുന്നു, ഞാൻ കണ്ടതാ, ആ വട ചുട്ട വീടല്ലേ മോളെ. പെണ്ണ് കാണാൻ പോയാൽ പെണ്ണിനെ കാണണം. ഇവൻ അടുക്കളയിൽ പോയി വട ചുട്ടുകൊണ്ട് നിൽക്കുന്നു. അവര് വീണ്ടും വിവാഹം ആലോചിച്ചു വന്നിരിക്കുന്നു. എന്താ ആ പെണ്ണിന് ഇതുവരെ ചെറുക്കനെ കിട്ടിയില്ലേ? നിധി പറയുന്നു, അവർക്ക് എല്ലാവർക്കും സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ വീട്ടിലേക്ക് ആ പെൺകുട്ടി അയക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഭാസ്കരൻ പറയുന്നു, ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതും. പിന്നെ അവര് അത് തന്നെയാണോ പറയുന്നത്? നിധി പറയുന്നു, ഞാനൊന്ന് പറയട്ടെ, സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് മാറി താമസിച്ചാലേ കല്യാണം നടത്താൻ പറ്റൂന്നാ അവര് പറയുന്നത്. ഇത് കേട്ട് വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ചായ കുടിച്ചുകൊണ്ട് ഭാസ്കരൻ ചോദിക്കുന്നു, ചായ ഉണ്ടാക്കിയത് മോളാണോ? അതേന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, കൊള്ളത്തില്ല. അപ്പോൾ നിധി പറയുന്നു, എപ്പോ നോക്കിയാലും കുടിച്ചുകൊണ്ടിരുന്നാൽ
ചായക്കൊന്നും രുചി കാണത്തില്ല, മദ്യത്തിന് മാത്രമേ രുചി കാണൂ. ഭാസ്കരൻ പറയുന്നു, ഓ അങ്ങനെ. നിധി പറയുകയാണ്, സുധീഷും ഹരീഷും നികേഷും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്തു. സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല, സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഭാസ്കരൻ പറയുന്നു, ഞാനെന്തിനാ അഭിപ്രായം പറയുന്നത്? ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? നിധി പറയുന്നു, അതല്ലേ ഞാൻ ചോദിച്ചത്, പറ. ഭാസ്കരൻ പറയുന്നു, സുഭാഷ് ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ അവന്റെ അനിയന്മാരെ വിട്ടു പോകില്ല. നിധി പറയുന്നു, സുഭാഷ് ഏട്ടനോട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയേ പറ്റുമെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. ഭാസ്കരൻ പറയുന്നു, മോളെ, നീ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. നീ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നതെന്ന് എനിക്കറിയാം. നിന്നെ പോലെ ആകില്ല എല്ലാവരും. പോട്ടെ, സുഭാഷ് പോട്ടെ, നീയും പോയിക്കോ. കൂടെ സുധീഷും വരട്ടെ. ആ ഹരീഷും ആരെങ്കിലും കല്യാണം കഴിച്ച് ഇവിടുന്ന് പോട്ടെ. ചെറിയവനുണ്ടല്ലോ, അവനും ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോട്ടെ. അവർക്കാർക്കും ഈ വീട് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് അവരിവിടുന്ന് പോട്ടെ. എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ഭാസ്കരൻ കണ്ണു നിറഞ്ഞു കുനിഞ്ഞിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ പോയാൽ അച്ഛൻ ഓക്കെ ആണോ? ഭാസ്കരൻ പറയുന്നു, അവൻ പോയാൽ എനിക്കെന്താ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മോശപ്പെട്ട അച്ഛനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എന്നോട് വഴക്കിടാൻ വരും. നിധി പറയുന്നു, ശരി, എല്ലാവരും പോയാ അച്ഛൻ എന്ത് ചെയ്യും? ചായ അവിടേക്ക് വെച്ച് ഭാസ്കരൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിധി പറയുന്നു, എല്ലാവരും കല്യാണം കഴിച്ചു പോകട്ടെ എന്ന് പറയുന്നു. നികേഷ് വരെ കല്യാണം കഴിച്ചു പോയാൽ അച്ഛന് വീണ്ടും വയസ്സാകും. അച്ഛൻ തനിച്ച് ഈ വീട്ടിൽ കഴിയുമോ? ഭാസ്കരൻ പറയുന്നു, ഞാനെന്തിനാ തനിച്ച് ജീവിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യുമെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ആരെങ്കിലും കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഇത് കേട്ട് നിധി കണ്ണു തള്ളി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഭാസ്കരൻ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ. ആ കാര്യം ഇതുവരെ നിന്നോടാരും പറഞ്ഞില്ലേ? അതേപോലെ ആരെങ്കിലും കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരും. എന്താ? നിധി പറയുന്നു, ഇത് കുറച്ച് ഓവറാ. ഭാസ്കരൻ പറയുന്നു, എന്റെ മക്കൾക്ക് ആ പെണ്ണിനെ കിട്ടാത്തത് എനിക്ക് കിട്ടും, നോക്കണോ? നിധി പറയുന്നു, നോക്കാം നോക്കാം, ഞാൻ അറിയാതെ ചോദിച്ചതാ, ഞാൻ പോവാന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുഭാഷ് വരുന്നത് കാത്തു നിൽക്കുകയാണ് എല്ലാവരും. വീട്ടിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ, ഹരീഷേ, നിങ്ങളൊന്ന് ജോലിക്ക് പോയില്ലേ? നേരത്തെ വന്നുവെന്ന് അവര് പറയുമ്പോൾ, എടാ നികേഷേ, നിനക്ക് ഞാൻ ബട്ടർ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് അത് ഒരുപാട് ഇഷ്ടമാണല്ലോ. അങ്ങനെ ബിസ്ക്കറ്റ് നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് സുഭാഷ് പറയുന്നു, ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. കയ്യിൽ പിടിച്ച് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കെ. സുഭാഷ് കാര്യം അന്വേഷിക്കുമ്പോൾ കവിതയുടെ വിവാഹാലോചനയെ കുറിച്ച് പറയുകയാണ് സുധീഷ്. അവര് വിവാഹാലോചനയുമായിട്ട് വീണ്ടും ഇങ്ങോട്ടാണ് വന്നതെന്ന് പറയുകയാണ് സുധീഷ്. ഇത് കേട്ട് ഹരീഷ് മനസ്സിൽ പറയുന്നു, ഇവൻ വീണ്ടും കള്ളം പറയുകയാണല്ലോ. സുഭാഷ് ചോദിക്കുകയാണ്, അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? സുധീഷ് പറയുന്നു, കവിതയും സുഭാഷ് ഏട്ടനും തമ്മിലുള്ള കല്യാണം നടത്താൻ അവർക്ക് സമ്മതമാണെന്ന്, അതുകൊണ്ടാ അവരിങ്ങോട്ട് വന്ന് പറഞ്ഞത്. നല്ല ആലോചനയാ, തേടി വന്നതാ. പെണ്ണ് കണ്ട അന്ന് തന്നെ സുഭാഷ് ഏട്ടന് കവിതയെ ഇഷ്ടപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവരോട് ഓക്കെ പറഞ്ഞു. സുഭാഷ് പറയുന്നു, ആ പെണ്ണിനെ പോയി നമ്മൾ കണ്ടിട്ട് 2-3 മാസം ആയില്ലേ? നടന്നതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ? അവരെല്ലാവരും ഈ വീട്ടിൽ വന്ന് കണ്ടിട്ട് ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞല്ലേ പോയത്? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് ശേഷം അവര് ഒരുപാട് പയ്യന്മാരെ നോക്കിയെന്ന് തോന്നുന്നു, പക്ഷെ ആരും സുഭാഷ് ഏട്ടന്റെ ലെവലിൽ വന്നില്ല. അതെ അതെന്ന് ഹരീഷ് പറയുമ്പോൾ സംശയത്തോടു കൂടി സുഭാഷ് ചോദിക്കുകയാണ്, അതെങ്ങനാ അവരിവിടെ വന്ന് സംസാരിക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധീഷ് പറയുന്നു, നമ്മുടെ ബ്രോക്കറോട് സുഭാഷിന്റെ കല്യാണം നടന്നോന്നൊക്കെ അവർ അന്വേഷിച്ചു. ബ്രോക്കർ ഇവിടെ വന്ന് ചോദിച്ചു, സുഭാഷ് ഏട്ടൻ എപ്പോഴും പെണ്ണ് അന്വേഷിക്കുന്നതല്ലേ ഉള്ളൂ, അത് ബ്രോക്കർ ചെന്ന് അവരോട് പറഞ്ഞു. ഉടനെ പെണ്ണിന്റെ വീട്ടുകാര് ഇവിടെ വന്ന് സംസാരിച്ചതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണ്. സുഭാഷ് ഓർക്കുന്നു, അന്ന് കവിതയുടെ അച്ഛൻ പറഞ്ഞത് വീട് മാറി താമസിക്കണമെന്ന്. തുടർന്ന് നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് കവിതയെ ഇഷ്ടമല്ലേ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, അന്ന് ആ പെണ്ണ് വീട്ടുകാരും ഇവിടെയും വേണ്ടെന്നാണ് പറഞ്ഞത്. സുധീഷ് പറയുന്നു, അന്ന് അങ്ങനെ പറഞ്ഞു, പക്ഷേ ഇപ്പൊ അവര് തേടി വന്നിരിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേ? സുഭാഷ് പറയുന്നു, നമ്മുടെ വീടെല്ലാം അവര് വന്ന് കണ്ടതല്ലേ, ഈ വീട് ഇഷ്ടപ്പെട്ടില്ല, ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് അവര് പോയതല്ലേ, പിന്നെന്താ ഇപ്പം അവര് വീണ്ടും വിവാഹാലോചനയുമായി വന്നിരിക്കുന്നത്? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ഇനിയും കൂടുതലൊന്നും ആലോചിക്കേണ്ട, സുഭാഷ് ഏട്ടൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലോ, പിന്നെന്താ? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. സുനന്ദയുടെ കല്യാണത്തിന് മുമ്പേ സുഭാഷ് ഏട്ടന് കല്യാണം നടക്കണം. അവരെ തേടി വന്നിരിക്കുകയാണ്, പിന്നെന്താ സുഭാഷ് ഏട്ടൻ വേണ്ടാന്ന് പറയുന്നത്? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഈ കല്യാണം നടന്നാൽ നല്ലതല്ലേ? സുഭാഷ് പറയുകയാണ്, ഇത് ശരിയാകത്തില്ലടാ. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, എല്ലാം ശരിയാകും, ഞങ്ങൾ സംസാരിച്ച് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. സുഭാഷ് ഏട്ടന്റെ കല്യാണം ഉടനെ നടക്കാൻ പോവുകയാണ്. സുഭാഷ് ഏട്ടൻ കവിതയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു. ഇനിയും സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കൂ. തുടർന്ന് രാത്രി സുധീഷ് മൊബൈലിൽ നോക്കിക്കൊണ്ട് പുറത്തിരിക്കുകയാണ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. കൊതുകടി സഹിക്കാനാകാതെ ഇരിക്കുകയാണ് സുധീഷ്. അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, കൊതുക് അടിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ, ഈ ക്രീം പുരട്ടിക്കോ, കൊതുക് കടിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിലേക്ക് ഒരു ക്രീം കൊടുക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, പണ്ട് നിധി ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നിധിക്ക് കൊതുക് കടിക്കുന്നതിന് ക്രീം കൊണ്ട് തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? അതേതാ? നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു, ഇപ്പൊ നിധി എനിക്ക് കൊണ്ട് തരുന്നു, കാലം മാറിപ്പോയല്ലേ. അങ്ങനെ സുധീഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. ശേഷം നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനോട് നമ്മൾ സത്യം പറഞ്ഞില്ലല്ലോ, എന്തിനാ കവിത ഈ വീട്ടിൽ താമസിക്കാൻ റെഡിയാണെന്ന്
എന്നുള്ള രീതിയിൽ സംസാരിച്ചത്? സുധീഷ് പറയുന്നു, അവര് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ സുഭാഷ് ഏട്ടനോട് പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? നിധി ചോദിക്കുന്നു, നമുക്കിത് എത്ര നാൾ മറച്ചു വെക്കാൻ കഴിയും? കല്യാണക്കാരൻ സംസാരിക്കാനായി കവിതയുടെ വീട്ടുകാരെ ഇങ്ങോട്ട് വരികയും നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. കവിതയുടെ കയ്യിൽ സുഭാഷ് ഏട്ടന്റെ ഫോൺ നമ്പർ ഉണ്ട്. കവിത ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ സുഭാഷ് ഏട്ടനോട് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സുധീഷ് പറയുന്നു, ഒന്ന് മാനേജ് ചെയ്താൽ കല്യാണം കഴിയുന്നത് വരെ ഇത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ലേ? നിധി പറയുന്നു, ശരി, സുധീഷ് വിചാരിക്കുന്നത് പോലെ കല്യാണം കഴിയുന്നത് വരെ ഈ കാര്യം സുഭാഷ് ഏട്ടനോട് ആരും പറഞ്ഞില്ലാന്ന് വെച്ചു. കല്യാണത്തിന് ശേഷം അറിയുമല്ലോ. ആദ്യ ദിവസം തന്നെ ആ പെണ്ണ് ചതിച്ചതാണോ എന്ന് ചോദിക്കില്ലേ? നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, എന്ത് വലിയ പ്ലാന്? ഇപ്പൊ തന്നെ സത്യം തുറന്നു പറഞ്ഞാൽ വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റില്ലേ? സുധീഷ് പറയുന്നു, കല്യാണം കഴിഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ നീ സത്യം അറിഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റൂ. മറ്റൊരു വഴിയില്ല സുഭാഷ് ഏട്ടന് മുന്നിൽ. കല്യാണത്തിന് ശേഷം കവിതയെ വേണ്ടാന്ന് വെക്കാനൊന്നും സുഭാഷ് ഏട്ടന് കഴിയില്ല. അതേപോലെ കവിതയും സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കിക്കോളും. നിധി ചോദിക്കുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് സുഭാഷ് ഏട്ടനോട് ചെയ്യുന്ന തെറ്റല്ലേ? സുധീഷ് പറയുന്നു, തെറ്റല്ല. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കല്യാണമേ നടക്കില്ല. സുഭാഷ് ഏട്ടൻ എന്നും ഇതുപോലെ ഇവിടെ ജീവിക്കും. ഇനിയും ഹരീഷിന്റെ കല്യാണം നടക്കും, നികേഷിന്റെ കല്യാണം നടക്കും. എല്ലാവരുടെയും കല്യാണം നടത്തി സുഭാഷ് ഏട്ടൻ ഇതുപോലെ തന്നെ ഇവിടെ ജീവിക്കും. ചില സത്യങ്ങൾ മറച്ചു വെച്ചാൽ ഈ കല്യാണം നടക്കുമെങ്കിൽ നടക്കട്ടെ. ഈ സുധീഷ് നുണ പറയുന്നു എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഒരു നല്ലത് നടക്കാൻ വേണ്ടി നുണ പറയുന്നതിൽ തെറ്റില്ല. ഞാൻ പറയുന്ന നുണ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകുമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഇത് കേട്ട് കൈ തൊഴുത് നിധി പറയുന്നു, ആളെ വിട്. നുണ വെളിച്ചമെന്നൊക്കെ ആരംഭിച്ചിരിക്കുക. തുടർന്ന് നിധി പറയുന്നു, കുറച്ചു നാൾ കഴിയുമ്പോൾ ഹരീഷിന്റെ കല്യാണം നടക്കും, നികേഷിന്റെ കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം സുധീഷിന്റെ കല്യാണം നടക്കണ്ടേ? സുധീഷ് പറയുന്നു, നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. തക്കലയാണോ തിരുവനന്തപുരമാണോ വലുത്? ഇതിനെ കുറിച്ച് നിധിയുടെ അഭിപ്രായം എന്താ? നിധി പറയുന്നു, സുധീഷ് വഴക്കൂടാനുള്ള ഒരുക്കുക. എനിക്ക് ആ മൂടില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ബൈ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന് സുഭാഷിന്റെ ഒപ്പം ജോലികൾ ചെയ്യുകയാണ് നിധി. സുഭാഷ് പറയുന്നു, ഈ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അല്ലേ, സുനന്ദയുടെ കല്യാണം നടക്കാൻ പോകുന്നു. അതിനു മുന്നേ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി സുധീഷും ഹരീഷും നികേഷും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഉടനെ പെണ്ണ് കണ്ട് കല്യാണം നടത്തണമെന്ന് തീരുമാനിക്കുന്നതിന് അതല്ലേ കാരണം? നിധി പറയുന്നു, അങ്ങനെയൊന്നുമില്ല. സുനന്ദയുടെ കല്യാണത്തിന് മുന്നേ തന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണമെന്നുണ്ട്. പക്ഷേ നേരത്തെയും സുഭാഷ് ഏട്ടന് ഒരുപാട് ആലോചനകൾ വന്നതല്ലേ? സുഭാഷ് പറയുന്നു, കവിത നല്ല പെൺകുട്ടിയാണ്. പക്ഷേ കവിത എന്നെ തനിച്ചു കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല, മാറി താമസിക്കാമെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. അല്ലെങ്കിൽ ഈ കല്യാണം വേണ്ടാന്നും പറഞ്ഞു. ഞാൻ അന്ന് കവിതയോട് പറഞ്ഞു, എനിക്ക് അതിന് പറ്റില്ല, നിങ്ങൾക്ക് വേറെ ആലോചനകൾ നോക്കാമെന്ന്. അതിനുശേഷവും കവിത എന്താ ഓക്കെ പറഞ്ഞത്? അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് കേട്ട് ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, സുഭാഷ് ഏട്ടന്റെ അനിയന്മാരെല്ലാം പറയുന്നില്ലേ അവരെ വിശ്വാസമില്ലേ? സുഭാഷ് പറയുന്നു, അയ്യോ അവരെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ കവിതയോടൊന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കല്യാണം വേണ്ടെന്ന് കവിതയും വീട്ടുകാരും തീരുമാനിച്ചതുമാണ്. പിന്നെ ഇത്രയും മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് സമ്മതിച്ചതിന്റെ കാരണം എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തെ. ഒരുപക്ഷെ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാറി താമസിക്കണമെന്ന് പറഞ്ഞാലോ? ഞാൻ എന്ത് ചെയ്യും? എനിക്കതൊന്നും താങ്ങാൻ പോലും കഴിയില്ല. ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു, ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കുമോ? ഞാൻ അന്ന് കവിതയെ കാണാൻ പോയപ്പോൾ നിധി ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം നിധി ഇവിടെ ഉണ്ട്. ഒരു പെണ്ണ് ഈ വീട്ടിലുള്ളത് കൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് കവിത ചിന്തിച്ചു കാണും. നിധി പറയുന്നു, ആ അങ്ങനെയാകാൻ വഴിയുണ്ട്. സുഭാഷ് പറയുകയാണ്, അങ്ങനെ ആകാനേ വഴിയുള്ളൂ. അപ്പോ നിധി ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ നല്ലതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഈ വീട്ടിൽ എല്ലാവരും സുഭാഷ് ഏട്ടന് നല്ലത് വരണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. സുഭാഷ് ഏട്ടൻ ഒരുപാട് ചിന്തിച്ച് വഷളാക്കാൻ നിൽക്കണ്ട. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് ജോലികൾ ചെയ്യുമ്പോൾ നിധി വിഷമത്തോടുകൂടി പതിയെ അവിടെ വന്ന് പോവുകയാണ്. ടെൻഷനോടുകൂടി നിധി മനസ്സിൽ പറയുന്നു, സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. അങ്ങനെ നിധി റൂമിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.